പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സ് നിറയെ നൊമ്പരമുണ്ട്. അഹമ്മദാബാദിലെ വിമാനാപകടം, ജീവൻ നഷ്ടമായവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ വേദന, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം നൊമ്പരപ്പെടുത്തുന്നതാണ്. പത്തനംതിട്ട സ്വദേശിനിയായ രഞ്ജിതയും ആ അപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത മലയാളികളായ നമുക്ക് ഇരട്ടി ദുഃഖം നൽകുന്നതാണ്. കുടുംബത്തെ പോറ്റുവാനായുള്ള ഒരു യാത്രയ്ക്കിടയിൽ രഞ്ജിതയുടെ ജീവൻ പൊലിയുമ്പോൾ അതിനെ നമ്മൾ ഏതു രീതിയിലാണ് കാണേണ്ടത് എന്ന് ഒരു പ്രസക്തമായ ചോദ്യം ഉയരുന്നുണ്ട്. ഞാൻ പേര് പരാമർശിക്കുന്നില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമത്തിലൂടെ തെറ്റായ കമൻറ്റുകൾ ഇടുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങൾ മറ്റുള്ളവരെ പഴിചാരാനും മറ്റുള്ളവരെ ഇകഴ്ത്താനുമായി നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൂഷ്യം. സമൂഹ മാധ്യമങ്ങളുടെ നന്മകൾ ഏറെയുള്ളപ്പോൾ ഒന്നോ രണ്ടോ പേർ ചെയ്യുന്ന തെറ്റുകൾ സമൂഹ മാധ്യമത്തെ പൂർണ്ണമായും ഇകഴ്ത്തുന്ന, മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും, നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ നോവിക്കുന്നതാണോ എന്ന് ചിന്തിക്കണ്ടേ? തിങ്ക് ബിഫോർ യു സ്പീക്ക്. സത്യത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. ആലോചിച്ചേ മതിയാവും. മറ്റൊരാളെ കുറ്റപ്പെടുത്തുവാൻ, മറ്റൊരാളുടെ ജീവിത സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാതെ മറ്റൊരാളെ വിമർശിക്കാൻ നമുക്ക് എന്ത് അധികാരം എന്ന് ആലോചിക്കണം. ആലോചന എന്ന പദം ഞാൻ കൃത്യമായി ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരെ പറ്റി മോശമായി പറയാൻ നമുക്കെന്താണ് അധികാരം? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വയം ആലോചിച്ച് നോക്കുക, ഞാൻ എത്ര ശരിയാണ് എന്ന്. പ്രിയമുള്ളവരെ, രഞ്ജിതയെ അപമാനിച്ചത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. സാക്ഷരതയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ചില കാര്യങ്ങളിൽ കൂടി സാക്ഷരത കൈവരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. സാംസ്കാരിക സാക്ഷരത നമ്മളിൽ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ വേദനിപ്പിക്കുന്നതാകരുത്. അതോടൊപ്പം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപമാനിക്കലല്ല, ചേർത്തു നിർത്തലാണ് മലയാളിയുടെ സംസ്കാരം, മനുഷ്യൻ്റെ സംസ്കാരം എന്ന് തിരിച്ചറിയുവാൻ നാം പഠിക്കണം. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ നമുക്ക് മാതൃകയാകാം. വളർന്നു വരുന്ന തലമുറയും ഇപ്രകാരം പോകണമെങ്കിൽ, അവരും തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? കുറ്റപ്പെടുത്തുന്നത് നമ്മളെ തന്നെയായിരിക്കണം. എന്നുവെച്ചാൽ നമ്മളാണ് അവർക്ക് മാതൃകയാകുന്നത്.